എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ കേരള യൂണിവേഴ്സിറ്റി ഡിഗ്രി കോഴ്സുകളിലേക്കുള്ള സപ്ലിമെൻ്ററി ഘട്ട അലോട്ട്മെൻറ്റിനായിട്ടുള്ള രജിസ്ട്രേഷനുള്ള അവസാന തീയതി ജൂലൈ 15 വരെ നീട്ടി. വിദ്യാർത്ഥികൾക്ക് admissions.keralauniversity.ac.in/fyugp 2024/intex.php എന്നുള്ള URL വഴി നിങ്ങൾക്ക് ഈ ഒരു പേജിലേക്ക് പ്രവേശിക്കാവുന്നതാണ്. അതായത് ഇത് URL ആണ്. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ലിങ്ക് വഴി നിങ്ങൾക്ക് ഈ ഒരു പേജിലേക്ക് പ്രവേശിക്കാം. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ജൂലൈ 11 വന്നിട്ടുള്ളത് സപ്ലിമെൻ്ററി ഘട്ട അലോട്ട്മെൻറ്റ് രജിസ്ട്രേഷൻ്റെ ഡേറ്റ് ജൂലൈ 15 നീട്ടിയെന്ന് പറഞ്ഞുകൊണ്ട് നൽകിയിട്ടുള്ളത് കാണാം. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഇതുവരെ രജിസ്ട്രേഷൻ ചെയ്യാത്ത വിദ്യാർത്ഥികളാണെങ്കിൽ ന്യൂ രജിസ്ട്രേഷൻ ലിങ്ക് വഴി നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്തുകൊണ്ട് ഈ ഒരു രജിസ്ട്രേഷൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഒരു വിദ്യാർത്ഥിക്ക് 20 കോളേജുകളാണ് മാക്സിമം ഓപ്ഷൻസ് ആയിട്ട് നൽകാൻ സാധിക്കുക. അതുപോലെ ഓൾറെഡി അപേക്ഷ നൽകിയിട്ടുള്ള വിദ്യാർത്ഥികൾ ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും നൽകി ലോഗിൻ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ എഡിറ്റ് ചെയ്യാൻ സാധിക്കുന്നതും ആയിരിക്കും. അതുപോലെ തന്നെ എന്തെങ്കിലും എഡിറ്റ് ചെയ്യാൻ സാധിക്കാത്ത വിവരങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കേരള യൂണിവേഴ്സിറ്റി കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഇവിടെ വേക്കൻസി പൊസിഷൻ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഇത് ജൂലൈ 1 പ്രസിദ്ധീകരിച്ചിട്ടുള്ള വേക്കൻസി പൊസിഷനാണ്. ജസ്റ്റ് അത് ക്ലിക്ക് ചെയ്ത് ഡൗൺലോഡ് ചെയ്തെടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് ഓരോ കോഴ്സുകൾക്കും ഓരോ കാറ്റഗറിയിലും എത്ര വീതം സീറ്റാണ്. അത് ജനറൽ കാറ്റഗറിയിൽ ഓരോ കോഴ്സുകൾക്കും എത്ര വീതം സീറ്റാണ്, അതുപോലെ മറ്റ് കാറ്റഗറിയിൽ എത്ര വീതം സീറ്റാണ് ഉള്ളത് എന്നുള്ളത് നിങ്ങൾക്ക് നിലവിൽ നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ചില കോഴ്സുകൾക്ക് വേക്കൻസി കാറ്റഗറി വൈസ് ഇല്ലെങ്കിലും ജനറൽ കാറ്റഗറിയിൽ സീറ്റ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾ ജനറൽ കാറ്റഗറിയിലെ ആ ഒരു സീറ്റിലേക്ക് ആ ഒരു കോഴ്സിൽ പ്രവേശനം നേടാനായിട്ട് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓപ്ഷനുകൾ വെക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു വേക്കൻസി പൊസിഷൻ ജസ്റ്റ് കറക്റ്റായിട്ട് മനസ്സിലാക്കുക. അതുപോലെ തന്നെ ഇതുവരെ അപേക്ഷ സമർപ്പിക്കാതിരുന്ന വിദ്യാർത്ഥികൾക്കും അപേക്ഷിച്ച് അലോട്ട്മെൻറ്റ് കിട്ടാതിരുന്ന വിദ്യാർത്ഥികൾക്കും ഈ ഒരു ഘട്ടത്തിൽ തന്നെ ഈ ഒരു അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കാവുന്നതാണ്. ഓൾറെഡി നിങ്ങളുടെ അപേക്ഷയിൽ അതായത് ഇതുവരെ അലോട്ട്മെൻറ്റ് കിട്ടാത്ത വിദ്യാർത്ഥികളാണെങ്കിൽ നിങ്ങൾക്ക് ഓൾറെഡി ഓപ്ഷൻസ് ഉണ്ടാവും. അതിനെ അടുത്ത അലോട്ട്മെൻറ്റിലേക്ക് പരിഗണിക്കുന്നതാണ്. എന്നാൽ നിങ്ങൾ പുതുതായിട്ട് വീണ്ടും ഓപ്ഷൻ ആഡ് ചെയ്യുകയാണെങ്കിൽ പുതുതായിട്ട് നൽകുന്ന ഓപ്ഷനുകളെ മാത്രമേ പരിഗണിക്കുള്ളൂ. ആദ്യം നൽകിയത് ഓട്ടോമാറ്റിക്കലി ഡിലീറ്റ് ചെയ്യപ്പെടുകയും പിന്നീട് പുതുതായിട്ട് നൽകിയ ഓപ്ഷനുകളെ മാത്രമാണ് പരിഗണിക്കുക. അതുകൊണ്ട് തന്നെ നിങ്ങൾ പുതുതായിട്ട് ഓപ്ഷൻ നൽകുന്നുണ്ടെങ്കിൽ ആദ്യം നൽകിയ കോളേജസ് കൂടി വേണമെങ്കിൽ ആ ഒരു കോളേജ് കൂടി വീണ്ടും ഓപ്ഷൻസ് ആയിട്ട് കൊടുക്കേണ്ടതാണ്. ഒരു വിദ്യാർത്ഥിക്ക് മാക്സിമം 20 കോളേജുകളാണ് അതുപോലെ 20 ഓപ്ഷൻസ് ആണ് കൊടുക്കാനായിട്ട് സാധിക്കുന്നത്. അതുപോലെ തന്നെ ഈ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം നിലവിൽ അലോട്ട്മെൻറ്റ് നേടിയിട്ടുള്ള അതായത് അഡ്മിഷൻ നേടിയിട്ടുള്ള വിദ്യാർത്ഥികൾക്കും ഈ ഒരു ഘട്ടത്തിൽ അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു അലോട്ട്മെൻറ്റിൽ പങ്കെടുത്തു കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു ഹയർ ഓപ്ഷനിലേക്ക് അതായത് ഹയർ ഓപ്ഷനിൽ നിങ്ങൾക്ക് പുതുതായിട്ട് മറ്റൊരു കോളേജിലേക്ക് അലോട്ട്മെൻറ്റ് കിട്ടുകയാണ് എങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ലഭിച്ചിട്ടുള്ള അഡ്മിഷൻ റദ്ദ് ചെയ്യപ്പെടുകയും പിന്നീട് പുതുതായിട്ട് അലോട്ട്മെൻറ്റ് ലഭിച്ച കോളേജ് എവിടെയാണോ അവിടെ പോയിട്ട് അഡ്മിഷൻ എടുക്കേണ്ടതും വരുന്നതാണ്. അതായത് പുതുതായിട്ട് കിട്ടുന്ന സമയത്ത് ആദ്യം കിട്ടിയത് ക്യാൻസൽ ചെയ്യും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ കറക്റ്റായിട്ട് ആ ഒരു കാര്യം കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത് ഇതുവരെ അലോട്ട്മെൻറ്റിന് അപേക്ഷ സമർപ്പിക്കാത്ത വിദ്യാർത്ഥികൾക്കും അപേക്ഷിച്ചിട്ട് അലോട്ട്മെൻറ്റ് കിട്ടി അഡ്മിഷൻ നേടാതിരുന്ന വിദ്യാർത്ഥികൾക്കും ഈ ഒരു ഘട്ടത്തിൽ അപേക്ഷ സമർപ്പിക്കാനായിട്ട് സാധിക്കുന്നതാണ്. ഓൾറെഡി അപേക്ഷ സമർപ്പിച്ച വിദ്യാർത്ഥികൾക്ക് ആവശ്യമെങ്കിൽ പുതിയ ഓപ്ഷനുകൾ നൽകാനുള്ള സൗകര്യമുണ്ട്. പുതിയ ഓപ്ഷൻ നൽകിക്കഴിഞ്ഞാൽ ആ ഒരു പുതിയ ഓപ്ഷനുകളെ മാത്രമേ പരിഗണിക്കുള്ളൂ. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ വാക്കൻസി നോക്കിക്കൊണ്ട് നിങ്ങൾക്ക് നൽകാൻ സാധിക്കുന്ന മാക്സിമം ഓപ്ഷൻസ് ആയിട്ടുള്ള 20 ഓപ്ഷൻസാണ് നിങ്ങൾക്ക് നൽകാൻ പറ്റുക. അപ്പോൾ നിങ്ങളുടെ താല്പര്യപ്രകാരം അലോട്ട്മെൻറ്റ് കിട്ടിയാൽ അഡ്മിഷൻ എടുക്കുമെന്ന് ഉറപ്പുള്ള കോളേജുകൾ നിങ്ങൾക്ക് നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ച് നൽകാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് ഇൻസ്ട്രക്ഷൻസ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു ഇൻസ്ട്രക്ഷൻസ് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ്. ഇതിൽ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ടുള്ള എല്ലാവിധ ഇൻസ്ട്രക്ഷൻസും നൽകിയിട്ടുണ്ട്. ജസ്റ്റ് നിങ്ങൾക്ക് വായിച്ച് നോക്കാവുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾ ഈ ഒരു ഇൻസ്ട്രക്ഷൻസൊക്കെ കറക്റ്റായിട്ട് മനസ്സിലാക്കേണ്ടതാണ്. അപ്പോൾ ഈ ഒരു ഇൻസ്ട്രക്ഷൻസിൽ കറക്റ്റായിട്ട് നിങ്ങൾക്ക് വേണ്ട എല്ലാവിധ ഇൻസ്ട്രക്ഷൻസും കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് നിങ്ങൾ കറക്റ്റായിട്ട് മനസ്സിലാക്കുക. അതുപോലെ തന്നെ അലോട്ട്മെൻറ്റ് കിട്ടിയ അഡ്മിഷൻ നഷ്ടമായിട്ടുള്ള വിദ്യാർത്ഥികൾക്കും ഈ ഒരു ഘട്ടത്തിൽ അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. അതായത് അലോട്ട്മെൻറ്റ് കിട്ടുകയും എന്നാൽ നിങ്ങൾ അഡ്മിഷൻ എടുക്കാതിരിക്കുകയും ചെയ്തിട്ടുണ്ട്, അങ്ങനെ അഡ്മിഷൻ റദ്ദായി അല്ലെങ്കിൽ ടെമ്പററി അഡ്മിഷൻ എടുത്ത ശേഷം അഡ്മിഷൻ റദ്ദായി പോയി ഈ ഒരു പെർമനൻറ്റ് അഡ്മിഷൻ എടുക്കാത്തതുകൊണ്ട് അങ്ങനെയൊക്കെയുള്ള കാരണങ്ങൾ കൊണ്ട് നിങ്ങൾക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ അതായത് അഡ്മിഷൻ നേടാൻ പറ്റിയിട്ടില്ലെങ്കിൽ അങ്ങനെയുള്ള വിദ്യാർത്ഥികൾക്കും അപേക്ഷിക്കാം. അതുപോലെ സ്പോർട്സ് കോട്ടയിലും അതുപോലെ തന്നെ മാനേജ്മെൻറ്റ് കോട്ടയിലേക്കുള്ള സപ്ലിമെൻ്ററി ഘട്ട രജിസ്ട്രേഷനും നിലവിൽ ഇപ്പോൾ അപേക്ഷിക്കാവുന്നതാണ്. മാനേജ്മെൻറ്റ് കോട്ടയിലേക്ക് പ്രവേശനത്തിന് നിങ്ങൾ കറക്റ്റായിട്ട് അപേക്ഷ സമർപ്പിക്കുകയും അതിനുശേഷം ആ ഒരു പ്രിൻ്റ് ഔട്ടുമായി നിങ്ങൾക്ക് താല്പര്യമുള്ള ആ ഒരു കോളേജിൽ നേരിട്ട് ഹാജരാകുകയും ചെയ്യുകയാണ് വേണ്ടത്. അങ്ങനെയെങ്കിൽ ഈ ഒരു മാനേജ്മെൻറ്റ് സീറ്റിലേക്ക് നിങ്ങൾക്ക് പ്രവേശനം ലഭിക്കുന്നതാണ്. സ്പോർട്സ് കോട്ടയിലേക്കുള്ള വിദ്യാർത്ഥികൾ ആ ഒരു സ്പോർട്സ് കോട്ടയുടെ സർട്ടിഫിക്കറ്റ് ഡീറ്റെയിൽസുകൾ
നൽകേണ്ടതാണ്. അത് അപ്ലോഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ സ്പോർട്സ് കോട്ടയുടെ ലിങ്ക് കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്ത് ആവശ്യമായിട്ടുള്ള ഡോക്യുമെൻറ്റ് അപ്ലോഡ് ചെയ്ത് രജിസ്ട്രേഷൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളെ സ്പോർട്സ് കോട്ടയിലേക്കുള്ള റാങ്ക് ലിസ്റ്റിൽ പരിഗണിക്കുകയും നിങ്ങൾക്ക് സപ്ലിമെൻ്ററി ഘട്ടത്തിലുള്ള അഡ്മിഷൻ പ്രവേശനം എടുക്കാനും സാധിക്കുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ആപ്ലിക്കേഷനിൽ വല്ല തെറ്റുകൾ ഉണ്ടെങ്കിൽ അത് തിരുത്തുന്നതിനുള്ള സൗകര്യമുണ്ട്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.